ദീനിന്റെ വിഷയങ്ങൾ പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന സഹോദരിമാർ, നമസ്കരിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് നമസ്കരിക്കാൻ ഇപ്പൊ പറ്റൂല, എനിക്ക് അശുദ്ധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധിയുള്ള സമയത്ത് പോലും കളവ് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന സഹോദരിമാര് ഇന്നും നമുക്കിടയിലുണ്ട്. ശുദ്ധിയുണ്ട്, പക്ഷേ അശുദ്ധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റക്അത്തും കൂടെ എങ്ങനെയെങ്കിലും കട്ട് ചെയ്യുക, മാറി നിൽക്കുക. ളുഹറിന്റെയും അസറിന്റെയും ഇടയിൽ വെച്ചുകൊണ്ട് അവൾക്ക് ആർത്തവ രക്തം മുറിഞ്ഞാൽ, പീരീഡ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും അസർ നമസ്കാരത്തിന് മുമ്പ് തന്നെ അവൾക്ക് ളുഹർ നമസ്കരിക്കാനും കുളിച്ച് ശുദ്ധീകരിച്ച് നമസ്കരിക്കാനുള്ള സമയമുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് കുളിച്ച് ആ നമസ്കാരം കൂടി അവൾ നമസ്കരിക്കൽ നിർബന്ധമാണ്. ആരെവിടെ ശ്രദ്ധിക്കുന്നത്? ഏത് സഹോദരിമാരാ ശ്രദ്ധിക്കുന്നത്? കുളിച്ചിട്ട് അടുത്ത വക്കത്ത് പോലും കരിക്കുന്നവരുടെ കാര്യമാണെങ്കിൽ മാത്രം അങ്ങനെ പറയുന്നത്. നമ്മളൊക്കെ നമസ്കാരമുള്ളവരാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ളുഹറിന്റെയും അസറിന്റെയും ഇടയിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മിസാല് പറഞ്ഞതാണ്. ഇതുപോലെ അസറിന്റെയും മഗ്രിബിന്റെ ഇടയിലും ശുദ്ധിയായാലും അപ്രകാരം തന്നെ ഏതൊരു വഖത്തിന് ശേഷമാണ് ശുദ്ധിയാകുന്നത്, ആ വഖത്തിന് ശേഷം തന്റെ കുളിക്കും അതുപോലെ തന്നെ നമസ്കാരത്തിനുമുള്ള സമയമുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ആ നമസ്കാരം കുളിച്ച് ശുദ്ധിയായി നമസ്കരിക്കണം. ഇതാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. ഇങ്ങനെ നമസ്കാരത്തെ പോലും നമസ്കരിക്കാതെ അലംഭാവം വെക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. ശുദ്ധിയുള്ള സമയത്ത് പോലും അശുദ്ധിയാണെന്ന് പറഞ്ഞ് കളവ് നിൽക്കുന്നവർ. അത്തരത്തിലുള്ള സഹോദരിമാരൊക്കെ അന്ന് നല്ല അടി അങ്ങോട്ട് കിട്ടി. നല്ല അടി എന്ന് പറഞ്ഞാൽ അതിശക്തമായ രീതിയിൽ അടി കിട്ടി. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ സുബഹി നമസ്കാരം കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോ ഒരു കൂട്ടം സ്വഹാബിയത്തുകളാകുന്ന വനിതകൾ കടന്നു വന്നുകൊണ്ട് നബിയോട് പരാതിപ്പെടുകയാണ്. റസൂലുള്ളാഹിയോട് പരാതി പറയാ, നബി അവിടുന്ന് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുടെ വന്ന് അടിച്ചു കളഞ്ഞു. ഞങ്ങളുടെ കയ്യനക്കാൻ മേല, നോക്ക് കാലനക്കാൻ മേല, വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നു വരാതി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖമങ്ങ് ചുവന്ന് തുടുക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു ചോദിക്കുകയാണ്, ഐന ഉമറു, ഐന ഉമറു. സഹാബത്തെ ഉമറവിടെ സാബത്തെ, ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത് ഉമറാണല്ലോ എന്ന അർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അന്വേഷിക്കുകയാണ്. പള്ളിയുടെ പുറത്ത് ചെരുപ്പ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് കൂട്ടുകാർ ചെന്നിട്ട് പറയുകയാണ്, ഉമറേ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് മന്നം കടന്നു വന്നുകൊണ്ട് നബി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ലബ്ബൈക യാ റസൂലല്ലാഹ് വഅഫു യാ ഹബീബല്ലാഹ്, ലബ്ബൈക യാ റസൂലല്ലാഹ് അഫ്വൻ യാ ഹബീബല്ലാഹ്. നബിയേ അവിടത്തേക്ക് ഇതാ ഉത്തരം ചെയ്തിരിക്കുന്ന പാവപ്പെട്ട ഉമർ, എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പൊറുത്തു തരണേ നബിയേ, പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, ഉമറേ, അടിക്കുന്നതിന് മുമ്പ് ചില നിബന്ധനകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, വല്ലാഹി മാ സമഅതു യാ റസൂലല്ലാഹ്. നബിയേ ഞാൻ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ കേട്ടിട്ടില്ല നബിയേ, ഞാൻ കേട്ടിരുന്നില്ല നബിയേ. ശരിയാണ്, സത്യത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അത് കേട്ടിട്ടില്ല. അടിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഓടിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അടിക്കുന്നതിന് മുമ്പ് ചില നിബന്ധനകളുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കേട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനല്ല. സ്വഹാബത്താരും കുറ്റക്കാരല്ല, അമ്പിയാക്കൾ കുറ്റക്കാരല്ലാത്തതുപോലെ തന്നെ ഒരാളും ഒരു പാപം പോലും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കണം. അഹ്ലുസുന്നയുടെ അജയരാകുന്ന പ്രവർത്തകരാകുന്ന നമ്മൾ നിർബന്ധമായും അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. കാരണം അങ്ങനെയാണെങ്കിലല്ലേ ഖുർആൻ അവരെ കൊണ്ട് അല്ലാഹു സംതൃപ്തിപ്പെട്ടു എന്ന് പറയേണ്ടതുള്ളൂ. കളവ് പറയുക, തെറ്റ് ചെയ്യുന്ന ആളുകളെ കൊണ്ട് അല്ലാഹു എങ്ങനെ തൃപ്തിപ്പെടുക?
ഏതുമായിക്കോട്ടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖുർആനിന്റെ ആയത്തും കൊണ്ട് ഓതി കൊടുക്കുക. ഏത് ആയത്താണ് ഇറങ്ങിയത് അതുകൊണ്ട് ഓതി കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن طعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ സൂറത്തുൻ നിസാ എന്നാണ് ആ സൂറത്തിന്റെ പേര്. അന്നിസാ, സ്ത്രീകൾ എന്നാണ് ആ ഖുർആനിന്റെ സൂക്തത്തിന്റെ പേര് തന്നെ. 114 സൂറത്തുകളാണ് ഖുർആനിൽ. ഇവിടെ ശ്രദ്ധിക്കുക, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കുക. ഇന്ന് ചാനലുകൾ കയറിയിരുന്നിട്ട് മുസ്ലിം സഹോദരിമാര് യാതൊരുവിധ മടിയുമില്ലാതെ ഉളുപ്പില്ലാതെ നാണമില്ലാതെ ആലിമീങ്ങൾക്കെതിരെ സംഘടനകൾക്കെതിരെ പരിശുദ്ധ ദീനിന്റേതാകുന്ന അജയ്യരാകുന്ന ഉലമാക്കൾക്കെതിരെ ഘോരഘോരം ശബ്ദിക്കുകയാണ്. മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്താണ്. ദീനിൽ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യവുമില്ല, പർദ്ദയ്ക്കുള്ളിൽ ഞങ്ങളെ തളച്ചിടപ്പെടുന്നു, പാവപ്പെട്ടതാകുന്ന സഹോദരിമാരാണ് ഞങ്ങൾ, ഞങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിൽ മക്കളുടെ കാര്യങ്ങൾ നോക്കി ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കി അടുക്കളയിൽ മാത്രം തളച്ചിടപ്പെടുന്നു എന്നുള്ള വാദം ഉന്നയിക്കുന്നതാകുന്ന ഉമ്മമാര് പഠിച്ചു വെക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ പേര് തന്നെ അന്നിസാ, സ്ത്രീകൾ എന്നാണ് ആ ഖുർആനിലെ അധ്യായത്തിന്റെ പേര്. ഖുർആനിൽ എവിടെയും അർരിജാൽ, പുരുഷന്മാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു അധ്യായം തന്നെ ഇല്ല. സ്ത്രീകൾക്ക് വേണ്ടി ഒരു അധ്യായം, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത മതമാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. സ്ത്രീകൾ എവിടെയാണ് തളച്ചിടപ്പെടുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനമായി കടന്നു വരുമ്പോ ആ കാലഘട്ടത്തിന്റെ പേര് തന്നെ ഡാർക്ക് ഏജ് എന്നായിരുന്നില്ലയോ, ഇരുണ്ട യുഗമെന്നായിരുന്നില്ലയോ? ആ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, പച്ചയ്ക്ക് സ്ത്രീകൾ ജനിച്ചു വീണാല് പച്ചയ്ക്ക് കുഴിച്ചു മൂടിയിരുന്നതാകുന്ന കാലഘട്ടത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് പറയുകയാണ്, ചെയ്യരുതേ സാബത്തെ, ചെയ്യരുതേ സാബത്തെ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഏറ്റവും വലിയ പാതകമാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പാവപ്പെട്ട സഹോദരിമാർക്ക്, മുസ്ലിം എന്ന് മാത്രമല്ല അമുസ്ലിമീങ്ങളാകുന്ന സഹോദരിമാർക്ക് വരെ, നിരീശ്വരവാദികളും യുക്തിവാദികളും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോളിൽ, നിങ്ങളുടെ ഉമ്മമാരും നിങ്ങളുടെ അമ്മമാരും നിങ്ങളുടെ സഹോദരിമാരും അടക്കമുള്ള എല്ലാ സഹോദരിമാരെയും ഈ ലോകത്ത് ജീവിക്കാൻ വിട്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നതിന് ശേഷമാണ്. അതുകൊണ്ടാണ് നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന് ശേഷമാണ് സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ ഭൂമുഖത്ത് കൊടുത്തത്. അതിനു മുമ്പ് സ്ത്രീകൾ ജനിച്ചു വീണാൽ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, മുസ്വദ്ദൻ വഹുവ ഖളിയും, മുഖം വല്ലാതെ കറുത്ത് കരുവാളിക്കുമായിരുന്നു അത്രേ ഉപ്പമാരുടെയും കുടുംബാദികളുടെയും എന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ. ഞാൻ എന്റെ വാക്കല്ലേ ഈ പറയുന്നത്, ഖുർആൻ പറഞ്ഞാലോ. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പെണ്ണ് ജനിച്ചു വീണാൽ സന്തോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉപ്പമാരെ എത്തിച്ചു നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഒരു പെണ്ണ് ജനിച്ചു വീണാൽ ആ പെണ്ണിനെ സംരക്ഷിക്കണേ, ആ പെണ്ണിന് ദീനീ ബോധം കൊടുക്കണേ, ദീനീ അറിവ് കൊടുക്കണേ. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്.
وعلموهن سورة النور وعلموهن سورة النور وعلموهن سورة النور. എന്റെ ശബ്ദം ശ്രവിക്കുന്ന HMD കോളനിയിലുള്ളതായ പാവപ്പെട്ട ഉപ്പമാരെ പഠിച്ചു വെക്കണേ. നമുക്ക് നമ്മുടെ പെൺമക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ടയോ? പരിശുദ്ധ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ. നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ വീട്ടിൽ താമസിപ്പിക്കരുതേ, വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതേ. വീട്ടിൽ ഒരു റൂം ഉണ്ടാവുകയും ആ റൂമിലേക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള് അവളതാ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുമായിട്ട് ഒറ്റയ്ക്കൊരു റൂമിലേക്ക് മാറിയിരിക്കുകയാണ്. വാപ്പ ഉറങ്ങുകയാണ്, ഉമ്മ ഉറങ്ങുകയാണ്, നാട്ടുകാരുറങ്ങുകയാണ്, അയൽവാസികൾ ഉറങ്ങുകയാണ്, ആങ്ങളെ ഉറങ്ങുകയാണ്, ഉമ്മമാരുറങ്ങുകയാണ്. ആരും അറിയാതെ പാതിരാത്തിന്റെ നിറവില്, നിശബ്ദതയുടെ നിശീതതയില്, കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കാമുകനുമായിട്ടുള്ളതായ ചാറ്റിങ്ങും ഫോൺ വിളികളുമായി നമ്മുടെ മക്കളെ മാറാതിരിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ. സഹാബത്തെ നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ ഒറ്റക്കൊരു റൂമിൽ താമസിപ്പിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് അള്ളാന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞത് ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ പുലർന്നില്ലയോ? ഇന്ന് കുടുംബങ്ങൾ, അന്തരീക്ഷങ്ങൾ മാറിയില്ലയോ? പാതിരാത്രി സമയമായിട്ടും തന്റെ മൊബൈൽ ഫോൺ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. വാപ്പയുറങ്ങുകയാണ്, കുടുംബാദികൾ ഉറങ്ങിക്കിടക്കുകയാണ്. ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നുകൊണ്ട് കാമുകനുമായി ചാറ്റിംഗ് നടത്തുന്ന പെണ്ണിന്റെ ധീരരോധനങ്ങൾ വാപ്പയറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല. അവരുടെ വർത്തമാനം ഏത് നിലയ്ക്കാണ് പോകുന്നതെന്ന് ഒരു വാപ്പയ്ക്കും അറിയാൻ സാധിക്കുന്നില്ല. വാതിന് വേണ്ടി HMD കോളനിയിലേക്ക് കടന്നു വരുമ്പോ, വാതിന് വേണ്ടി വാപ്പ ക്ഷണിക്കുമ്പോ, ഉമ്മ ക്ഷണിക്കുമ്പോ, എനിക്ക് തലവേദനയാണ്, കൈവേദനയാണ്, കാലുവേദനയാണ്, എനിക്കൊരുപാട് പഠിക്കാനുണ്ട്, എനിക്കൊരുപാട് എഴുതാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, കളവ് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന മക്കളില്ലയോ? ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ. ഒറ്റക്കൊരു റൂമിൽ അവളെ താമസിപ്പിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൾ ഒരു പക്ഷേ കാമുകനുമായി ചാറ്റിങ്ങിലായിരിക്കാം, ഒരു പക്ഷേ മോശപ്പെട്ട തലത്തിലേക്കായിരിക്കാം അവളുടെ സമയത്തെ കൊണ്ടുപോകുന്നത്. മക്കൾക്ക് ദീൻ കൊടുക്കണം. പെൺമക്കളെ വെറുതെ ജീവിക്കാൻ വിട്ടാൽ മാത്രം പോരാ, അവളെ ഇൽമിന്റെ മജ്ലിസിൽ ഇൽമുമായിട്ടുള്ള കണക്ഷൻ ബന്ധപ്പെടുത്തണം. നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ആരാ പറഞ്ഞു വരുന്നത്? നബി മുഹമ്മദ് റസൂലുള്ളാഹി. പെൺകുട്ടികൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. എങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കണം? ദീൻ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ദീൻ പഠിക്കാനുള്ള. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കൾക്ക് ഭൗതിക അറിവ് മാത്രം നൽകരുതേ. ആത്മീയമാകുന്ന അറിവ് മക്കൾക്ക് കൊടുക്കാതെ പെൺമക്കൾക്ക് നിങ്ങൾ ഭൗതികമാകുന്ന അറിവ് മാത്രമായി ആൺമക്കളെ പോലെ നിങ്ങൾ നൽകരുതേ. നബിയുനാ റസൂലുള്ളാഹി ഭൗതിക അറിവ് മാത്രമായിട്ട് മക്കൾ കൊടുക്കരുത്. ഇന്ന് മദ്രസ വിദ്യാഭ്യാസത്തെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രമായിട്ട് ജനം മുദ്ര കുത്തുമ്പോ അത് തീവ്രവാദമല്ല, അതിൽ ഭീകരവാദമില്ല. അതിൽ പഠിപ്പിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഉലമാക്കളുടെ, പണ്ഡിതന്മാരുടെ ചർച്ചകളാണ്, അവരുടെ ചരിത്രങ്ങളാണ്, അവരുടെ ആവിഷ്കാരങ്ങളാണ്. അതിനാണ് താരീഖ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 18ന്റെ നിറകടമുള്ള പെങ്ങൾ ഒളിച്ചോടാതിരിക്കാൻ വേണ്ടി അവരുടെ മനസ്സിലേക്ക് വാപ്പയെ കുറിച്ച്, ഉമ്മയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അഖ്ലാഖ്. സൽ സ്വഭാവത്തിലേക്ക് എത്തിക്കുന്ന ഗ്രന്ഥമാണ്. ഇതൊക്കെ പഠിക്കണ്ടേ മക്കൾ? നീ നമസ്കരിക്കുമ്പോ ആ നമസ്കാരം എങ്ങനെയാണ്? നീ റുക്കൂ ചെയ്യുമ്പോ ആ റുക്കൂ എങ്ങനെയാണ്? നീ ഇഅ്തിദാലിലേക്ക് വരുമ്പോ ആ ഇഅ്തിദാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിനുള്ള പ്രതിഫലം എന്താണ്? അതേത് വിധേനയാണ് ആകേണ്ടത്? നീ ഒരാളെ കാണുമ്പോ എങ്ങനെയാണ് സലാം ചൊല്ലേണ്ടത്? പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഫിഖ്ഹ്, കർമ്മശാസ്ത്ര ഗ്രന്ഥം. മദ്രസയിൽ നിന്ന് കിട്ടുന്നതാണ്.
ഇതൊക്കെ മദ്രസയിൽ നിന്ന് കിട്ടുന്നതാണ്. അല്ലാതെ ഇവിടെ വാളും പരിചയം എടുത്തിട്ട് കോഴ്സ് പഠിപ്പിക്കല്ല. ഇത് പഠിക്കണം നമ്മള്. ഇതൊക്കെ വാപ്പാക്കും അറിയാം, ഉമ്മാക്കും അറിയാം. അവിടെ തീവ്രവാദം ഇല്ല, ഭീകരവാദം ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾ അതിന് ശ്രദ്ധ പതിപ്പിക്കുന്നവർ എത്ര പേരുണ്ട്? അതാണ് എന്റെ ചോദ്യം. വളരെ ഖേദത്തോടുകൂടി കുമ്മനം ഉസ്താദ് ചോദിക്കുകയാണ്, നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് ഒരു ഇമാം എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 5ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്നതാകുന്ന പെൺകുട്ടികളെ എത്ര ഉപ്പമാര് വന്നുകൊണ്ടാണ് പറയുന്നത്, എന്റെ മകള് പ്രായപൂർത്തിയെത്തിയ ഉസ്താദെ, ഇനി ഞാൻ അവളെ മദ്രസയിലേക്ക് പറഞ്ഞു വിടുന്നില്ല. ആ കുട്ടിയെ പിന്നെ MBBS വിടുന്നു, അവിടെ പ്രായപൂർത്തി പ്രശ്നമല്ല. BDS പറഞ്ഞു വിടുന്നു, പ്രായപൂർത്തി പ്രശ്നമല്ല. നേഴ്സിംഗിന് പറഞ്ഞു വിടുന്നു, അവിടെയും പ്രായപൂർത്തി പ്രശ്നമല്ല. ഇവിടെ അങ്ങൊരു പ്രശ്നമില്ല. പിന്നെന്താ, മദ്രസയിൽ 5-ലെത്തിയപ്പോ പ്രായപൂർത്തിയായി. ബാക്കിയുള്ളടുത്ത് 50 പ്രാവശ്യം പ്രായപൂർത്തിയായി, ഒരു കുഴപ്പമില്ല. അല്ല, ചിന്തിച്ചു നോക്ക്, നമ്മുടെ ദീനീ ബോധം എത്രത്തോളം ഉണ്ട്. അവസാനം ഈ പെൺകുട്ടി എവിടെയെങ്കിലും ഒളിച്ചോടുമ്പോ, എവിടെയെങ്കിലും ഒളിച്ചോടി പോകുമ്പോ, എന്റെ ഒരിക്കൽ വന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട സഹോദരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്, അറിയുമോ ഉസ്താദേ എന്നെ? ഞാൻ ചോദിച്ചു എവിടെയാണ് താമസിക്കുന്നത്, സ്ഥലവും പേരും അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പണ്ടൊരു ദിവസം 2-3 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ MBAക്ക് വിടുന്ന സമയത്ത് വന്നുകൊണ്ട് ദ്വാരപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ മകള് ഇന്നൊരു അന്യ പുരുഷനുമായി ഒളിച്ചോടണമെന്നുള്ള നീയത്തുമായി നിൽക്കുകയാണ്. കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ അവനുമായി ഒളിച്ചോടും എന്ന് വാപ്പയോട് തുറന്നു പറയുന്ന ഒരു പെണ്ണുള്ള കാലഘട്ടം. എത്രത്തോളം പറയണമെങ്കിൽ ആ പെണ്ണിന് കൊടുക്കുന്ന ദീനീബോധം അത്രത്തോളം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ MBA മകളെ വിടാൻ വേണ്ടി വാപ്പ വളരെയേറെ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, യാതനകൾ അനുഭവിച്ച് ലോൺ എടുത്തിരിക്കാൻ. അവളെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കി അവസാനം അവൾക്ക് ജോലി റെഡിയാകും. ഈ കൂടെ പഠിച്ചതാകുന്ന പയ്യനോടൊപ്പം ഇതര സമുദായത്തിലെ സഹോദരനോടൊപ്പം ഞാൻ നിങ്ങൾ കെട്ടിച്ചു തന്നില്ലെങ്കിൽ നമ്മൾ ഒളിച്ചോടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു നിൽക്കണം പെണ്ണ്. ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ ചോദിച്ചു, അവൾ എത്ര വരെ മദ്രസ വിട്ടു? അപ്പൊ പറയാം, മദ്രസ വിട്ടിട്ടില്ല. മദ്രസ വിട്ടിട്ടില്ല. പിന്നെന്താ കൊടുത്തത്? അത് നാട്ടിലൊരു അരമൂല്യാരെ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ട്യൂഷൻ കൊടുക്കുമായിരുന്നു. ഇത്രേ ഉള്ളൂ. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വിളിച്ചിട്ട് ഒരു ട്യൂഷൻ കൊടുക്കും. ട്യൂഷൻ സമ്പ്രദായം വേണ്ട എന്ന അർത്ഥത്തിലല്ല, പക്ഷേ മദ്രസയിലെ വിദ്യാഭ്യാസം അനിവാര്യമാണ്. നമ്മുടെ മദ്രസകളൊക്കെ നിലനിൽക്കുന്നത് അതിനു വേണ്ടിയാണ്. ഈ മദ്രസയിലേക്ക് നമ്മുടെ മക്കളെ എത്ര വരെ പഠിപ്പിക്കുവോ അത്ര വരെ. അത് 10ാം ക്ലാസ് വരെ ഉണ്ടെങ്കിൽ 10 വരെ പഠിച്ചാൽ തന്നെ ആളുകൾ പഠിച്ചവരെ പോലും പിഴച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ പഠിക്കാത്ത നമ്മൾ എവിടെ എത്തും? ചിന്തിച്ചു നോക്കുക. അതാ എനിക്ക് ചോദിക്കാൻ. 10 വരെ പഠിച്ചിറങ്ങിയ സഹോദരിമാര് പോലും ഇബ്ലീസ് വന്നുകൊണ്ട് വലയിൽ വീഴ്ത്തിക്കൊണ്ട് പിഴച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ തീരെ മദ്രസ വിദ്യാഭ്യാസം ഇല്ലാത്തതാകുന്ന സഹോദരിമാര് എവിടെയാണ് എത്തിച്ചേരുക? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്, വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാർക്ക് ഖുർആൻ പഠിപ്പിക്കണേ. ആ ഖുർആനിൽ നിന്ന് സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട HMDയിലുള്ള ഉമ്മമാരോട്, സഹോദരിമാരോട്, രക്ഷകർത്താക്കളോട് സ്നേഹത്തോടുകൂടി ചോദിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കൾക്ക് ഖുർആനിലെ ആയത്തുകൾ, ഖുർആനിലെ സൂക്തങ്ങൾ എത്രത്തോളം പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? എത്രത്തോളം പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഫാത്തിഹ സൂറത്ത് അറിയോ മക്കൾക്ക്? മല്ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ സൂറത്ത് ആരെങ്കിലും ഓതിയിട്ടില്ല എങ്കിൽ നമസ്കരിക്കുന്ന സമയത്ത് ഓരോ റക്അത്തിലും ഫാത്തിഹ സൂറത്ത് നല്ല വൃത്തിക്ക് ഓതാത്തവന്റെ നമസ്കാരം സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാ റക്അത്തിലും ഓതണം, എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതണം. ഷാഫി മദ്ഹബ് പ്രകാരം അല്ലേ? നമ്മളൊക്കെ ആ മദ്ഹബിന്റെ അനുയായികളല്ലേ? അള്ളാഹു അടിയുറച്ച് നിർത്തുമാറാവട്ടെ. ഷാഫി ഇമാമിന്റെ ദറജ, എല്ലാ ഇമാമിങ്ങളുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. എത്ര പേർക്കറിയാം ഫാത്തിഹ സൂറത്ത് നല്ലതുപോലെ തജ്വീദിന്റെ നിയമമനുസരിച്ചുകൊണ്ട് മാന്യമായ രീതിയിൽ പാരായണം ചെയ്യാൻ അറിയുന്ന എത്ര മക്കളുണ്ട്? എത്ര മക്കൾക്ക് നമ്മൾ ഖുർആൻ അത്ര രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ആ ഖുർആൻ നിങ്ങൾ പഠിപ്പിക്കണേ. ഖുർആൻ മാത്രം പോരാ, ആ ഖുർആനിലെ എല്ലാ സൂറത്തുകളും നല്ലതുപോലെ ഓതാൻ അറിയാവുന്ന മക്കളാക്കി നിങ്ങൾ മാറ്റണേ. വെറുതെ ഖുർആൻ ഇങ്ങനെ അവിടെ ഇവിടെ തൊടുമ്പോൾ ഖുർആൻ അതൊക്കെ ഓതാൻ അറിയാം എന്ന് പറയും. എവിടെ ഖുർആൻ ഓതാൻ അറിയാം? ഖുൽ ഹുവല്ലാഹു സൂറത്ത് ആകെ അറിയാം. ഇതന്നെ ഇക്കാലത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വേറൊരു സൂറത്ത് അല്ലാഹു അറിയില്ല. ഇത് പഠിക്കാൻ തയ്യാറാവുന്നില്ല, പഠിക്കുന്നുമില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഖുർആൻ ഓതണേ, ആ ഖുർആനിൽ നിന്ന് പെൺമക്കളെ സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൻ നൂർ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ നബിയുനാ റസൂലുള്ളാഹി. ഇത് വലിയ സൂറത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എത്ര സൂറത്തുകളുണ്ട്? വേണ്ട യാസീൻ ഓതുന്ന എത്ര കുടുംബാദികളുണ്ട്? ഒരു 5 കൊല്ലം വേണ്ട, ഒരു 10 കൊല്ലം മുമ്പ് വരെ എല്ലാ വീടുകളിലും കൃത്യമായി ഖുർആൻ ഓതിയിരുന്നു. 5 കൊല്ലം എടുത്താൽ മതി, മുമ്പോട്ട് വേണ്ട. 5 കൊല്ലം മുമ്പ് വരെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ യാസീൻ സൂറത്ത് ഓതിയിരുന്ന വീട്ടുകൾ നമ്മുടെ വീട്. ഇന്ന് നമ്മുടെ വീട്ടിൽ യാസീൻ സൂറത്തില്ല. ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമായി പ്രവാചകൻ പഠിപ്പിച്ചതാകുന്ന യാസീൻ നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ നെടുത്തു പോയില്ലയോ? പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച ഇദാ വഖഅത്തിയ സൂറത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തു പോയില്ലയോ? പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നോട്ടിന്റെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും പ്രവാചകന്റെ അധ്യാപനം നമ്മൾ ശ്രദ്ധിക്കണേ. റസൂലുള്ളാഹി പറയുന്നു, വീട്ടിൽ ദാരിദ്ര്യത്തിൽ നിന്ന് ഒഴിവാകാൻ, ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടി പ്രവാചകനെ പഠിപ്പിക്കുകയാണ്, ഇദാ വഖഅത്തിയ സൂറത്ത് നിങ്ങൾ ഓതണേ. സൂറത്തുൽ വാഖിയ അത് ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല. നബിയുനാ റസൂലുള്ളാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ലേ? പെൺമക്കൾ അധികരിച്ചതാകുന്ന വ്യക്തിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല. അദ്ദേഹത്തിന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു, നീ ഈ സൂറത്ത് ഓതണം. ഇദാ വഖഅത്തിയ സൂറത്ത് നിങ്ങളുടെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അദ്ദേഹം അത് പഠിപ്പിച്ചു കൊടുത്തു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തന്റെ പെൺമക്കൾക്കും ആ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ ദിവസവും ഡെയിലി അങ്ങനെ ഓതുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കഴിഞ്ഞപ്പോ ഒന്നാം ഖലീഫയായി കടന്നു വന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കയ്യിലേക്ക് ഒരു സ്വർണത്തിന്റെ കിഴിയുമായി ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങളുടെ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ വന്നുകൊണ്ട് വിളിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി ചെന്നപ്പോൾ ആ സ്വർണത്തിന്റെ കിഴി കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് പെൺമക്കൾ അധികരിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ഇത് ഉപകരിക്കുമേ ജീവിതത്തിൽ എന്ന് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട. കാരണം അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ഒരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ വാഖിയ എന്നാണ്. അതെന്റെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഓതുന്ന കാലത്തോളം ഞങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാവൂല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിൽ ഞാൻ വിശ്വസിക്കുകയും അതനുസരിച്ച് കൊണ്ട് ഓതുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ സ്വർണത്തിന്റെ കിഴി എനിക്ക് വേണ്ട എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ചിന്തിച്ചു നോക്ക്, സ്വർണത്തിന്റെ കിഴി തിരിച്ചു കൊടുത്തുവിടുക. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും കൊണ്ടുവന്നു കൊടുത്തു, വാങ്ങിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിലും അദ്ദേഹവും കൊണ്ടുവന്ന് കൊടുത്തപ്പോഴും പറഞ്ഞു, എനിക്ക് വേണ്ട. കാരണം റസൂലുള്ളാഹി എന്നെ ഒരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ വാഖിയ. അത് ഓതിയാ മതി. അത് ഓതിയ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ വേണ്ടേ? സൂറത്തുൽ മുൽക്ക് ഓതിയിരുന്നവരല്ലേ നമ്മൾ? മൗലിദുകൾ ഓതിയിരുന്നവരല്ലേ? റാത്തീബുകൾ ചൊല്ലിയിരുന്നവരല്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടത്തി മാറ്റിയപ്പോ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നകപ്പെട്ടില്ലേ? ചിന്തിച്ചു നോക്ക്.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളും അവിടുത്തെ അനുയായികളാകുന്ന സ്വഹാബത്തും ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി സൂറത്തുൻ നിസായിലെ ആയത്ത് ഓതുകയാണ്. സ്ത്രീകളെ എല്ലാവരെയും അടിച്ചു. മിക്ക സഹോദരിമാർക്കും അടി കിട്ടി. അവരൊക്കെ വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പരാതിപ്പെട്ടു. സുബഹിയുടെ സമയത്ത് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുക്കുന്നു. ഏത് ആയത്ത്? സൂറത്തുൻ നിസായിലെ ആയത്ത്. അവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അന്നിസാ, സ്ത്രീകൾ എന്ന് പ്രതിപാദിക്കുന്ന ഒരു അധ്യായം, അതിലുള്ളൊരു ആയത്ത്. بسم الله الرحمن الرحيم واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن طعنكم فلا تبغوا عليهن سبيلا إن الله كان عليا പരിശുദ്ധ ഖുർആൻ ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുക. എന്തിനാണ് ഭാര്യ അടിക്കുന്നത്? നിങ്ങൾ എന്തിനാ അടിക്കുന്നത്? അല്ലയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, നിങ്ങളാണ് പ്രശ്നക്കാര്. നിങ്ങളാണ് വിവാഹം കഴിച്ചതിന് ശേഷം ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഭാര്യമാരെ മുത്തലാക്ക് ചെല്ലുന്നത്, ഭാര്യമാരെ ത്വലാക്ക് ചൊല്ലി ഒഴിവാക്കുന്നത്. അത് പാടില്ല, പാടില്ല. 3 ത്വലാക്കിലേക്ക് നിങ്ങൾ എടുത്ത് ചാടരുതേ. ത്വലാക്കിലേക്ക് തന്നെ നിങ്ങൾ എത്തരുതേ, എത്തരുതേ. ആദ്യമായി നിങ്ങളുടെ ഭാര്യയോട് വർത്തിക്കേണ്ട രീതി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഅദൂഹുന്ന. അല്ലയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ചാൽ അവർക്ക് നിങ്ങൾ നല്ല ഉപദേശം കൊടുക്കണേ. വിശുദ്ധ ഖുർആൻ ഒന്നാമതായി ഖുർആൻ പറയുന്നത് ഭാര്യ നന്നാവാൻ ഏറ്റവും നല്ല വഴി അവളെ ഉപദേശിക്കലാണ്. ഭാര്യ പിണങ്ങി നിൽക്കാണ്, നമസ്കരിക്കുന്നില്ല, ശുദ്ധിയുണ്ട്. ഉദാഹരണം ഇതുപോലെ എത്രയോ ഉദാഹരണം പറയാൻ സാധിക്കും.